ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു പെപ്പ് ലേണിംഗ്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോയിലൊക്കെ വരുന്നത് ദെൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ജാമ്യ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു CUT-യുടെ അണ്ടറിൽ വരാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന 100 വർഷത്തോളം പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമ്യ പോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്കകത്ത് എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പറയാം ഈ ജൂൺ മാസത്തിൽ നേരത്തെ പറഞ്ഞ അലിഗഡിന് ജാമ്യക്ക് പഠിക്കുന്നത് പോലെ തന്നെ അലിഗഡിന് പഠിക്കാൻ നല്ല പോലെ സമയം കിട്ടിയിട്ടുണ്ട്. ദെൻ അലിഗഡിൻ്റെ പ്രധാനപ്പെട്ട നമുക്കറിയാം സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും സ്വപ്നം കാണുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് AMU അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലേ. നമ്മുടെ UP-യിലെ അലിഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സോട് ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? MA സൈക്കോളജിയാണ്. ജാമ്യ MA അപ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ MA സൈക്കോളജിയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അലിഗഡിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് എക്സാം ഡിഫറെൻ്റ് ആയിട്ട്, മറ്റ് നാഷണൽ യൂണിവേഴ്സിറ്റി എക്സാം ഡിഫറെൻ്റ് ആയിട്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം ഡിഫറെൻ്റ് ആയിട്ട് ഇവർക്ക് എന്തുകൂടിയുണ്ട്, ഈ പറയുന്ന മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നമുക്കറിയാം ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ് വരിക. 80 ക്വസ്റ്റ്യൻസ് വരും. 80 ക്വസ്റ്റ്യനിൽ 70 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, നമ്മുടെ MCQ ആയിരിക്കും. ദെൻ ബാക്കിയുള്ളൊരു 10 ക്വസ്റ്റ്യൻസ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ദെൻ ഈ പറഞ്ഞ 80 ക്വസ്റ്റ്യന് പറയുന്ന 80 ക്വസ്റ്റ്യനിൽ 70 മാർക്ക്, ഓരോ മാർക്ക് വീതം 70 മാർക്ക്. ദെൻ ഈ പറയുന്ന 10 ക്വസ്റ്റ്യന് എന്ത് ചെയ്യും, 3 മാർക്കായിരിക്കും എന്തിന്, ഓരോ ക്വസ്റ്റ്യന് വീതം. അങ്ങനെ 100 മാർക്കുള്ള പേപ്പർ തന്നെയായിരിക്കും ഇതിലുണ്ടായിരിക്കാം നമ്മുടെ ഇതിനകത്ത് ഈ പറയുന്ന അലിഗഡിൻ്റെ സൈക്കോളജി എക്സാം, PG സൈക്കോളജി എക്സാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 100 മാർക്ക് തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് എന്താ പറ്റും, ഇവിടെയുള്ള ഈ 10 ക്വസ്റ്റ്യനകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കണം, ഈ 10 ക്വസ്റ്റ്യനകത്തുനിന്ന് ഈ വരുന്ന 10 ക്വസ്റ്റ്യനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഒരു 3 മാർക്ക് വീതം കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്നിട്ട് 3 മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ നേരത്തെ ജാമ്യ പറഞ്ഞ പോലെ തന്നെ 0.25 എന്തിൽ വരും, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പിൽ പോകും. ദെൻ ഇവിടെ നമ്മൾ കണ്ടന്റിനനുസരിച്ചായിരിക്കും ഇവിടെ നിന്നുണ്ടായിരിക്കാം മാർക്ക് വിക എന്നുള്ളതാണ്. ദെൻ നമുക്ക് ഇവിടെ നല്ലപോലെ ഒരു 3 ഇരട്ടി വേണ്ടൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്നുള്ളത്. ഓക്കെ, ദെൻ മറ്റൊരു അപേക്ഷിച്ച് 2 ഇരട്ടി മാർക്കുകൾ തിരികെ കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് നോക്കാം അലിഗഡിനെ പറ്റി എന്ന് വെച്ചാൽ സിലബസ് വളരെ ഡീറ്റെയിൽ ആയി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സിലബസിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ വരുള്ളൂ, ഈ പറയുന്ന അലിഗഡിൻ്റെ എക്സാമിന് വരുള്ളൂ എന്നുള്ളതാണ്. ഒന്നാമത്തെ അവർ പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്, ഈ പറയുന്ന മൊഡ്യൂളിൻ്റെ പേര് എന്ന് പറയുന്നത് സൈക്കോളജി എന്നുള്ളതാണ്. ദെൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എല്ലാ പെടും. ദെൻ അവർ അതിനെങ്ങനെ പറയുന്നത് വെച്ചാൽ നാച്ചുറൽ ഡെഫിനിഷൻസ്. നമുക്കറിയാം ഒരു സൈക്കോളജി പുസ്തകം എടുത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നാച്ചുറൽ ഡെഫിനിഷൻ എന്താണ്, ബേസിക് ആൻഡ് അപ്ലൈഡ് എന്താ സൈക്കോളജിയെ കുറിച്ച് പറയുന്നത്, മെത്തേഡ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സിനെ കുറിച്ച് പറയുന്നു, ഇൻട്രോസ്പെക്ഷൻ എന്താ പറയുന്നു, ഒബ്സർവേഷൻ എന്താ പറയുന്നു, വേരിയബിൾസ്, കോൺസെപ്റ്റ്, ടൈപ്സ്, ടെക്നിക്കൽ കൺട്രോൾ, കംഫോർട്ട്. നമുക്കറിയാം വേരിയബിൾസിനെ കുറിച്ച് പൊതുവെ റിസർച്ചിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളെ എന്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ സൈക്കോളജി എന്ന ചാപ്റ്ററിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഞാൻ പറയുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്കറിയാം. ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ സൈക്കോളജി, സെൻസേഷൻ, പെർസെപ്ഷൻ, ഇമോഷൻ, മോട്ടിവേഷൻ, ലേണിംഗ്, കോഗ്നിഷൻ, മെമ്മറി, ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, ദെൻ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആൻഡ് അബ്നോർമൽ, സോഷ്യൽ, ഡെവലപ്മെൻ്റൽ, ദെൻ ഹെൽത്ത് സൈക്കോളജി, റിസർച്ച്, സ്റ്റാറ്റി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇതാണ് പൊതുവേ നമ്മൾ സൈക്കോളജിയിലെ മുഴുവൻ ഇന്ത്യയിലെ എൻട്രൻസുകൾ ചോദിക്കാൻ പോകുന്ന മെയിൻ ചാപ്റ്ററുകൾ എന്നുള്ളത്. ദെൻ അതിനകത്തുള്ള പല യൂണിവേഴ്സിറ്റിയും പല രീതിയിലാണ് സ്പ്ലിറ്റ് ആക്കിയത്. ഇതിനകത്ത് സൈക്കോളജിയാണ് പറയുന്നത്. സൈക്കോളജിക്കകത്ത് ഈ പറയുന്ന ഇത്രയും സാധനങ്ങളായിരിക്കും എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുമായി ബന്ധം അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ അവർ പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാം ചാപ്റ്റർ ആയിട്ട് പറയുന്നത് സൈക്കോ ഫിസിക്സ് എന്നാണ് പറയുന്നത്. സൈക്കോ ഫിസിക്സ് നമ്മൾ പഠിക്കുന്നതായിരിക്കും എവിടെയായിരിക്കും, സെൻസേഷൻ പെർസെപ്ഷനകത്തായിരിക്കും. സെൻസേഷൻ പെർസെപ്ഷനകത്തുള്ള സൈക്കോ ഫിസിക്സ് നമ്മൾ പൊതുവെ CUT സൈക്കോ ഫിസിക്സിന് സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ പാർട്ടിനകത്ത് ഫെച്നറിനെ കുറിച്ചും അല്ലെങ്കിൽ പറഞ്ഞ വെബറിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും ഈ പറഞ്ഞ സൈക്കോ ഫിസിക്സിൽ അത് ഡീറ്റെയിൽ ആയിട്ടും പ്രധാനപ്പെട്ട ലോസും അതുപോലെ തന്നെ അബ്സല്യൂട്ട് റേഷ്യോ അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ചോദിക്കാൻ പോകുന്ന ചില സാധനങ്ങൾ നമുക്കറിയാം. ബേസിക് സൈക്കോ ഫിസിക്സ് സെൻസിറ്റിവിറ്റി എന്താണ്, സ്റ്റിമുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ത്രഷോൾഡ്, DL എന്താണ്, പോയിന്റ് സബ്ജക്റ്റ് ഈക്വൽ, PSC സ്കെയിലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ദ മെത്തഡ് ഓഫ് ലിമിറ്റ്സ്, അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന സൈക്കോ ഫിസിക്സിനെ മെഷർ ചെയ്യുന്ന ചില ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മെത്തഡ് ഓഫ് ലിമിറ്റ്സ് എന്താ, മെത്തഡ് ഓഫ് ആവറേജ് എന്താ, മെത്തഡ് ഓഫ് കോൺസ്റ്റന്റ് സ്റ്റിമുലൈ എന്താ എന്നുള്ളവരെ കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ പൊതുവെ നമുക്കറിയാം SDT സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിക്കകത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിന് എന്താണ് സെൻസിറ്റിവിറ്റിയും റെസ്പോൺസ് റേറ്റ്, നമ്മൾ ഈ പറയുന്ന ഒരു സാധനത്തിനകത്ത് അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അതിന് ഡിയും സെൻസിറ്റിവിറ്റിയും എന്താ എന്ന് ചോദിക്കാറുണ്ട്. മീൻസ് വളരെ പെരിഫറലായിട്ട് മാത്രം ചോദിക്കാറുള്ളൂ, പക്ഷേ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. മീൻസ് വളരെ റെയർ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് SDT പഠിച്ച് വെക്കൽ, STC കുറച്ച് ഡീറ്റെയിൽ ആയി പഠിച്ച് വെക്കൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
ഇതിൻ്റെ അടുത്ത ചാപ്റ്ററാണ് ബയോ സൈക്കോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ ഫിസിയോളജി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പേര് ബയോ സൈക്കോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ മേടിക്കുന്നതാണ് ഫിസിയോളജി തന്നെയാണ്. ദെൻ അത് ജാമ്യ പറഞ്ഞ പോലെയല്ല, ഇവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് പറയുന്നുണ്ട്, ഓരോന്നും എന്താണ് ഏതാ പഠിക്കേണ്ടത്, ദെൻ റിസപ്റ്റർ ആൻഡ് എഫക്റ്റർ മെക്കാനിസം എന്താണ്, അതുപോലെ തന്നെ ന്യൂറൽ കണ്ടക്ഷൻ മെക്കാനിസം, ന്യൂറോൺസ്, റിഫ്ലക്സ്, നെർവ് ഇമ്പൾസ്, അതുപോലെ തന്നെ സിനാപ്സിസ് എന്താണ്, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ANS കുറിച്ചും, അതുപോലെ തന്നെ CNS കുറിച്ചുള്ളതും, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തെ കുറിച്ചും, മെത്തേഡ് ഓഫ് റിസർച്ച് ഇൻ ബയോസൈക്കോളജി ലെഷൻ സ്റ്റഡീസ്, നമുക്കറിയാം അല്ലേ, നമ്മൾ ഈ പറയുന്ന MRI അടക്കമുള്ള അല്ലെങ്കിൽ PET അടക്കമുള്ള ബ്രെയിൻ ലെഷൻ ടെക്നിക്കുകൾ, സ്റ്റിമുലേഷൻ മെത്തേഡ്സ്, റെക്കോർഡിംഗ് മെത്തേഡ്സ്, ഇമേജിംഗ് മെത്തേഡ്, നമ്മൾ ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന IR അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ളത്. ദെൻ ന്യൂറൽ കണ്ടക്ഷനെ കുറിച്ച്, നെർവ് കണ്ടക്ഷനെ കുറിച്ച്, അതായത് ആക്ഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ച്, പോളറൈസേഷനെ കുറിച്ചുള്ള കാര്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ മെത്തഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റ് ബ്രെയിൻ എന്താ, കുറച്ച് പുതിയൊരു സാധനങ്ങൾ അവർ ചോദിക്കുന്നു പറയുന്നുണ്ട്, കുറച്ച് പുതിയതായിട്ടുള്ള മീൻസ് പുതിയതല്ല, നമ്മൾ പൊതുവെ പഠിക്കാതെ ഫിസിയോളജി അധികം ശ്രദ്ധിക്കാത്ത കുറച്ച് സാധനങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഗോൾഗി സ്റ്റെയിൻ എന്താണ്, സ്റ്റെയിൻ എന്താണ്, വാലറ്റ് ടെക്നിക്ക് എന്താണ്, എക്സ്റേ നേരത്തെ പറഞ്ഞല്ലോ, പല ലെഷൻ ടെക്നിക്ക് പോലെ തന്നെ അടക്കമുള്ള ഇൻവെസ്റ്റിഗേഷൻ ബ്രെയിനെ കുറിച്ച് പഠിക്കുന്ന പല സാധനങ്ങളെ കുറിച്ചും മെത്തേഡ്സും ടെക്നിക്കുകളെ കുറിച്ചൊക്കെ എന്ത് ചോദിക്കാറുണ്ട്, ട്രാൻസ്മാഗ്നറ്റിക് സാധനം കുറിച്ചൊക്കെ, സ്റ്റിമുലേഷനെ കുറിച്ചൊക്കെ, സ്റ്റിമുലേഷനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ എൻഡോക്രൈൻ സിസ്റ്റം, തൈറോയിഡ്, ഡിഫറെൻ്റ് ആയിട്ട് എല്ലാ ഗ്ലാൻസിനെ കുറിച്ചും അതിൻ്റെ ഹോർമോണൽ ഫംഗ്ഷൻസിനെ കുറിച്ചും അതിൻ്റെ എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയറിനകത്ത് ചോദിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഫിസിയോളജി നല്ല പോലെ ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്, മീൻസ് ഈ പറയുന്ന സാധനങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി അറിഞ്ഞിരിക്കുക എന്നല്ല, ഈ പറയുന്ന സിലബസിനകത്ത് വളരെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അവർക്ക് ഇനി ഒന്നും ഇതിൻ്റെ അപ്പുറത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കില്ല. സിലബസ് എന്ത് പറയുന്നു, ജാമ്യ പറഞ്ഞ പോലെയല്ല, സിലബസ് എന്ത് പറയുന്നു, സിലബസിന് അതേപോലെ സിലബസിന് അതേയുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ കോഗ്നിഷൻ, ദെൻ CUT കണ്ടില്ല, പക്ഷെ ജാമ്യയിൽ കണ്ടു, ദെൻ ഇവിടെയും കണ്ടു കോഗ്നിഷൻ എന്നുള്ളത്. ദെൻ കോഗ്നിഷൻ നല്ലപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ സെൻസറി ആൻഡ് പെർസെപ്ഷൻ പ്രോസസ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് സെൻസേഷൻ പെർസെപ്ഷൻ. അവിടെ സെൻസേഷൻ പെർസെപ്ഷൻ നമ്മൾ സൈക്കോഫിസിക്സും ഒരുമിച്ചാണ് പഠിക്കാറുള്ളത്. ദെൻ ഇവിടെ കോഗ്നിഷൻ മൊത്തത്തിൽ കോഗ്നിറ്റീവ് ഫീൽഡുമായിട്ട് മൊത്തത്തിൽ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ദെൻ ഈ പറയുന്ന സെൻസേഷൻ പെർസെപ്ഷൻ ഒക്കെ ചോദിക്കാൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് സെൻസേഷനെ കുറിച്ച്, പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ, നമുക്കറിയാം ജസ്റ്റാൾട്ട് ഓർഗനൈസേഷനെ കുറിച്ചും വിഷ്വൽ ഡെപ്ത് പെർസെപ്ഷനെ കുറിച്ചും ഒക്കെ നമ്മൾ സെൻസേഷൻ പെർസെപ്ഷൻ എന്ന ചാപ്റ്ററിലാണ് പഠിക്കാറുള്ളത്. ദെൻ അറ്റൻഷൻ ചോദിക്കാറുണ്ട്, അറ്റൻഷൻ ഒക്കെ കോഗ്നിഷനിലാണ് വന്നിരിക്കുന്ന അറ്റൻഷൻ ചോദിക്കാറുണ്ട്. സെലക്റ്റീവ് അറ്റൻഷൻ എന്നാണ്, സസ്റ്റൈൻ അറ്റൻഷൻ എന്നാണ്, അറ്റൻഷൻ തിയറീസ് എന്തൊക്കെയാണ് നമുക്കറിയാം, ഫിൽട്ടർ തിയറി, അറ്റൻഷൻ തിയറി, ബ്രോഡ്ബാൻഡ് തിയറി നമുക്കറിയാം, ട്രിസ്മാൻഡസ് തിയറി അല്ലെങ്കിൽ ഡിഷ് മോഡലിനെ കുറിച്ച് നമുക്കറിയാം. ദെൻ വേറെ രസം ഇമോഷൻ, ഒരു ഇമോഷൻ ചില ഭാഗങ്ങൾ കോഗ്നിഷനുമായി കൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ഇമോഷൻ, ജെയിംസ് ലാങ്ങും അതുപോലെ തന്നെ തിയറി ഓഫ് കാനോൺ ബാഡ് തിയറി. അപ്പോൾ ഇവിടെ എന്തിന് ഈ കോഗ്നിഷനകത്ത് ഈ ജെയിംസ് ലാങ് തിയറിനെ കുറിച്ചും കാനോൺ ബാഡ് തിയറിനെ കുറിച്ചും കൊണ്ടുവന്ന് അറിയില്ല. കാരണം ഈ രണ്ട് തിയറികളും കോഗ്നിഷനുമായിട്ട് വലിയ ബന്ധപ്പെട്ട തിയറി ഒന്നുമല്ല. പിന്നീട് കോഗ്നിറ്റീവ് ലാബിലിറ്റി തിയറിയും ലെസാഴ്സ് തിയറിയൊക്കെ വരുമ്പോഴാണ് ബേസിക്കലി കോഗ്നിറ്റീവ് തിയറികളാവുന്നത്. പക്ഷേ ഇവർ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിനകത്താണ് ഈ പറയുന്ന ഇമോഷൻ കോൺസെപ്റ്റ് ഓഫ് തിയറി. ചിലപ്പോൾ എന്ത് വെച്ചാൽ ചിലപ്പോൾ സിലബസ് ഇടുന്ന സമയത്ത് ഇവർ കുറച്ച് പുറത്തേക്ക് കണ്ടപ്പോൾ പിടിച്ചിരി കിട്ടതായിരിക്കാനാവും സാധ്യത എനിക്ക് തോന്നുന്നത്, ജെയിംസ് ലാങ് തിയറിനെയും അതുപോലെ തന്നെ കാനോൺ ബാഡ് തിയറിക്കൊക്കെ. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് കോഗ്നിഷൻ എന്ന ചാപ്റ്ററിനകത്ത് AMU പറയുന്നത്. ദെൻ അടുത്താണ് സോഷ്യൽ പെർസെപ്ഷൻ. ജാമ്യക്കകത്ത് സോഷ്യൽ പെർസെപ്ഷൻ എടുത്ത് പറഞ്ഞിട്ടായില്ല, പക്ഷേ ഇവിടെ സോഷ്യൽ പെർസെപ്ഷൻ എന്താ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ സെൽഫിനെ കുറിച്ച്, സെൽഫ് കോൺസെപ്റ്റ് എന്താ, സെൽഫ് എസ്റ്റീം എന്താ, സെൽഫ് റെപ്രസെൻറ്റേഷൻ എന്താ, ദെൻ മറ്റുള്ളവരെ എങ്ങനെ പെർസീവ് ചെയ്യും, എങ്ങനെയാണ് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്, എങ്ങനെ റോൾ ആൻഡ് വെർബൽ നോൺ വെർബൽ ക്യൂസ്, വളരെ ഇമ്പോർട്ടൻറ്റ്, വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ്. ദെൻ അട്രിബ്യൂഷൻ ആൻഡ് അട്രിബ്യൂഷൻ തിയറീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള അട്രിബ്യൂഷൻ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും. അണ്ടർസ്റ്റാൻഡ് കോസ് ഓഫ് അതേഴ്സ് ആൻഡ് ബിഹേവിയർ ആൻഡ് അട്രിബ്യൂഷണൽ ബയാസസ് കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് പ്രജുഡൈസ്, ആറ്റിറ്റ്യൂഡ് എല്ലാ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ആറ്റിറ്റ്യൂഡ് ആൻഡ് പ്രജുഡൈസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ നാച്ചുറൽ മീൻസ് ഇതൊരു ബേസിക്കലി ഒരു അവിടുത്തെ ഒരു സെമസ്റ്റർ എക്സാമിനൊക്കെ ആവശ്യമാവുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആയിട്ട് തന്നെ അവർ പറയുന്നത് കേട്ടോ. ദെൻ ഗ്രൂപ്പ് പ്രോസസ് ആൻഡ് ലീഡർഷിപ്പ്, നമ്മൾ OBയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഗ്രൂപ്പ് പ്രോസസ് ആൻഡ് ലീഡർഷിപ്പ്. ദെൻ നാച്ചുറൽ ഫംഗ്ഷൻസ് കാര്യങ്ങളെ കുറിച്ച്, ദെൻ കൺഫേമിറ്റി എന്താണ്, കോസീനസ് എന്താണ്, ലീഡർഷിപ്പ് എന്താണ്, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അവരെടുത്ത് പറയുന്നുണ്ട്. ദെൻ ലീഡർഷിപ്പ് വീണ്ടും പറയുന്നുണ്ട്, ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ്, തിയറീസ് ഓഫ് ലീഡർഷിപ്പ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കാം കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, തിയറീസ് ഓഫ് ലീഡർഷിപ്പ്. കാരണം ജാമ്യനെ കുറിച്ച് വ്യത്യസ്തമായിട്ട് എടുത്ത് പറയുന്നത് ട്രൈ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് എന്ന, സിറ്റുവേഷൻ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്, ഇൻട്രാക്ഷണൽ അപ്രോച്ച് എന്താണെന്നൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട്. ദെൻ അടുത്താണ് നാച്ചുറൽ ആൻഡ് ക്രൈറ്റീരിയ ഓഫ് അബ്നോർമാലിറ്റി, മീൻസ് അബ്നോർമൽ സൈക്കോളജി.
ജാമ്യയിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പഠിച്ചു. ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്ന് നോക്കാം. നാച്ചുറൽ ക്രൈറ്റീരിയ അബ്നോർമൽ ബിഹേവിയറിൻ്റെ കോസസ് എന്താണ്, അബ്നോർമൽ ബിഹേവിയർ എന്താ, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ അപ്രോച്ച് ഓഫ് അബ്നോർമാലിറ്റി ഫ്ലൂയിഡ്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ജാമ്യ പോലെ തന്നെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പേഴ്സണാലിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വന്നു, പേഴ്സണലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വന്നു, ഈ പറയുന്ന നമ്മുടെ അബ്നോർമാലിറ്റിക്ക് എത്തു. ദെൻ ഡിഫൻസ് മെക്കാനിസം അടക്കമുള്ള യുങ്ങിൻ്റെ പേഴ്സണൽ കളക്റ്റീവ് അൺകോൺഷ്യസിനെ കുറിച്ചുള്ള സാധനങ്ങൾ, അഡ്ലറിൻ്റെ വ്യൂ പോയിന്റ്, സെക്യൂരിറ്റി സാധനങ്ങളെ കുറിച്ചും ആൻഡ് സ്റ്റൈൽസ് ഓഫ് ലൈഫിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, അബ്നോർമലിനകത്ത് ജസ്റ്റ് വന്നു എന്നുള്ളതാണ്. ദെൻ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഇവിടെ എന്ത് ചെയ്തു, സൈക്കോളജിക്കൽ ഡിസോർഡർ എന്നുള്ള വേറെ തന്നെ ഒരു മൊഡ്യൂൾ ആയിട്ടാണ് പറയുന്നത്. ദെൻ അവർ കൃത്യമായിട്ട് DSM-നകത്തുള്ള പേര് കൊടുത്ത് തന്നെ പറയുന്നുണ്ട്. അതിന് OCD-നെ കുറിച്ചുള്ളത്, സൊമാറ്റിക് സിംറ്റം റിലേറ്റഡ് ഡിസോർഡറെ കുറിച്ച്, ദെൻ ഡിപ്രസീവ് ഡിസോർഡർ, ദെൻ ബൈപ്പോളർ റിലേറ്റഡ് ഡിസോർഡർ ആൻഡ് സ്കിസോഫ്രീനിയ ആൻഡ് ഓട്ടിസം. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ടൈപ്പും അതിൻ്റെ സബ് ടൈപ്പുകളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് സൈക്കോളജിയിൽ സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന ഭാഗങ്ങൾ നോക്കാം. അതിൽ ടാബുലേഷനെ കുറിച്ച്, ഡാറ്റ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ OGV അടക്കമുള്ള ഫ്രീക്വൻസി പോളിഗൺ അടക്കമുള്ള പൈച്ചാർട്ട് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദെൻ മെഷേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് വേരിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മെഷർ ഓഫ് വേരിയബിലിറ്റി, അങ്ങനെ മെയിൻ മീഡിയം മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, റേഞ്ച് എന്താണ്, ഇന്റർകോട്ടൽ റേഞ്ച് എന്താണ്, കാര്യങ്ങളെ കുറിച്ച്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച്, ബാർ ഡയഗ്രാമത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ദെൻ കോറിലേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ അസംപ്ഷൻ ടൈപ്പും, ദെൻ നോർമൽ പ്രോബിലിറ്റി കർവ് നമുക്കറിയാം, നോർമൽ CP അല്ലെങ്കിൽ പറഞ്ഞ നോർമൽ പ്രോബിലിറ്റി കർവ്, ദെൻ പോപ്പുലേഷൻ സാമ്പിളിംഗ് അല്ലെ, സാമ്പിളിംഗ് മെത്തേഡ്, ജാമ്യം ചോദിച്ചപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് കാര്യങ്ങളും ഇതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, മീൻസ് ചോദിക്കാറുണ്ട്. ദെൻ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിങ്ങിനകത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് എങ്ങനെയാണ് ലേണിംഗ് മെഷർ ചെയ്യുന്നത്, തിയറീസ് ഓഫ് ലേണിംഗ്, ക്ലാസിക് കണ്ടീഷനിങ് ആൻഡ് ബേസിക് പ്രോസസ് കാര്യങ്ങൾ, അപ്ലിക്കേഷൻ ഓഫ് ക്ലാസിക് കണ്ടീഷൻ, ഫോബിയാസ്, ഡ്രഗ്സ് അടക്കമുള്ള, ദെൻ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷൻ, ഓപ്പറന്റ് കണ്ടീഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ്. സ്ഥിരമായിട്ട് ചോദിക്കുക ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് ഒരു പ്രൊആക്റ്റീവ് ഇൻഹിബിഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, ദെൻ മെത്തേഡ് സ്പെസിഫിക് ആൻഡ് നോൺ സ്പെസിഫിക് ട്രാൻസ്ഫർ എങ്ങനെയാണെന്നതിനെ കുറിച്ചൊക്കെ അവർ ചോദിക്കാറുണ്ട്. ദെൻ മെമ്മറി ആൻഡ് ഫോർഗറ്റിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മെമ്മറി ആൻഡ് ഫോർഗറ്റിംഗ് ഇൻഫർമേഷൻ പ്രോസസിംഗ് മോഡൽ ഓഫ് മെമ്മറി നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന മോഡൽ. ദെൻ ഫോർഗറ്റിങ്ങിനെ കുറിച്ച് കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ഫോർഗറ്റിംഗ് കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. DK തിയറി എന്താ, ഇൻഫറൻസ് തിയറി, ടു ഫാക്ടർ തിയറി ഓഫ് ഫോർഗറ്റിംഗ്, ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും ടു ഫാക്ടർ തിയറി ഓഫ് ഫോർഗറ്റിംഗ്, ചിലപ്പോൾ പഠിക്കാൻ സാധ്യത ഉണ്ടായിരിക്കില്ല. നോക്കാം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, അൺലേണിംഗ് വിത്ത് അൺഎക്സ്പ്ലെയിൻഡ് എവിഡൻസും കാര്യങ്ങളൊക്കെ. ദെൻ മോട്ടിവേഷൻ തിയറി, ഫോർഗറ്റിംഗ്, റെപ്രസെൻറ്റേഷൻ വിത്ത് അൺഎക്സ്പ്ലെയിൻഡ് സ്റ്റഡീസ്. ഡീറ്റെയിൽ ചോദിക്കാറില്ല, ദെൻ പഠിച്ചു വെക്കുക. ഇമ്പ്രൂവ് എങ്ങനെയാണ് ഈ ന്യൂമോണിക് അടക്കമുള്ള മെത്തേഡ്സ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെ ഈ പറയുന്നത്, അറ്റ്കിൻസ് ജിഫ്രി എന്താണ്, ലെപ്സോപ്രോസിംഗ് എന്താണ്, പാവിയോണ്ട് വിൽക്കോഡ് ഹൈപ്പോസിസ് എന്താണ്, അതുപോലെ അലൻ പാഡ്ലി എന്താണ്, അതൊക്കെ ഈ പറയുന്ന മെമ്മറി ആൻഡ് ഫോർഗറ്റിനകത്ത് മോഡൽസ് ഓഫ് മെമ്മറി അല്ലേ, മോഡൽസ് ഓഫ് മെമ്മറിക്കകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ. ദെൻ മെഷർമെൻറ്റ്. ഓക്കെ, മെഷർമെൻറ്റ് പറയുമ്പോൾ സ്റ്റാറ്റിയുടെ ഭാഗം അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഭാഗത്ത് നമ്മളുടെ ഈ പറയുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് CUT നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധിക്കും. ആൻഡ് നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അസസ്മെൻറ്റ് ആൻഡ് മെഷർമെൻറ്റ്, ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ അടക്കമുള്ള. ദെൻ സ്കെയിലിംഗ് ടെക്നിക്കൽ, ലൈക്കർട്ട് സ്കെയിൽ, സെമാൻറ്റിക്, ഡിഫറൻഷ്യൽ സ്കെയിൽ, ഓസ്ഗോർഡൻ സ്കെയിൽ, ഗുഡ്മാൻ സ്കെയിൽ, തേഴ്സൺ സ്കെയിൽ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിനകത്ത് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ. അലിഗഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അലിഗഡിൻ്റെ സിലബസ് ഭയങ്കര വാസ്റ്റാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് പൊതുവെ ഈസി ആയിട്ടാണ് വരാറുള്ളത്. ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, നേരത്തെ പറഞ്ഞ സാധനം വേറെ തന്നെ ചാപ്റ്ററിൽ വരുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എങ്ങനെയാണ്, സ്റ്റാൻഡർഡൈസേഷൻ ടെസ്റ്റ് തമ്മിൽ, റിലയബിലിറ്റി, വാലിഡിറ്റി, ടൈപ്പ് ഓഫ് റിലയബിലിറ്റി, ടൈപ്പ് ഓഫ് വാലിഡിറ്റി, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെയാണ്, അപ്ലിക്കേഷൻ ഓഫ് ടെസ്റ്റ്, അസസ്മെൻറ്റ് ഓഫ് ഒക്യുപ്പേഷണൽ, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സെറ്റപ്പിനകത്തൊക്കെ എങ്ങനെയാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ച്, മീൻസ് നമ്മുടെ പേഴ്സണാലിറ്റി അളക്കുന്നത്, ഇൻ്റലിജൻസ് അളക്കുന്നത്, ആപ്റ്റിറ്റ്യൂഡ് അളക്കുന്നത്, നമ്മളൊരു ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എങ്ങനെ നടത്തുന്നത്, ആ ഡിഫറെൻറ്റ് സെക്ടറിനകത്ത് നടത്തുന്ന സാധനങ്ങൾ അപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ പേഴ്സണാലിറ്റി ഇവിടെ വേറെ തന്നെ എടുത്ത് പറയുന്നുണ്ട്. നേരത്തെ കുറച്ച് പേഴ്സണാലിറ്റി അബ്നോർമൽ പറഞ്ഞെങ്കിൽ ഇവിടെ വേറെ തന്നെ പേഴ്സണാലിറ്റി എങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണ് നോക്കാം. എന്താണ് പേഴ്സണാലിറ്റി ഡെഫിനേഷനും കാര്യം, ടൈപ്പ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. ദെൻ പേഴ്സണാലിറ്റി സെറ്റ് ഓഫ് ട്രൈറ്റ്സ് ടൈപ്പ്, ദെൻ നാച്ചുറൽ കോൺട്രവേഴ്സിയൻ, ബയോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി, റോൾ ഓഫ് ജീൻസും ഹെറിഡിറ്ററിയുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി അടക്കമുള്ള എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ദെൻ മേജർ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിനകത്ത് ഈ പറഞ്ഞ
നമ്മുടെ സൈക്കോ ഡൈനാമിക് തിയറി അല്ലാതെ കുറേ തിയറികളും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രധാനപ്പെട്ട നമ്മുടെ സൈക്കോ അനലിറ്റിക് തിയറിയോട് വീണ്ടും പറയുന്നുണ്ട്, ഫ്രോയിഡിൻ്റെ വ്യൂ എന്ന് പറയുന്നുണ്ട്, ന്യൂ ഫ്രോയിഡിനെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. മീൻസ് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണ് സിലബസിനകത്ത്. ദെൻ ട്രൈ തിയറി, ടൈപ്പ് തിയറി, കോസ്റ്റ മെക്കറിയൻ മോഡൽ, 5 ഫാക്ടർ തിയറി, ദെൻ അപ്രോച്ചുകൾ ഷെൽഡൻ്റെ ടൈപ്പ് തിയറി, യുങ്ങിൻ്റെ ടൈപ്പ് തിയറി ആൻഡ് സോഷ്യൽ ലേണിംഗ് അപ്രോച്ചുകളും ബാൻഡുരൻ്റെയും റോട്ടറിൻ്റെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ നമ്മുടെ അലിഗഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. യു മേ സി മാസ്ലോൻ്റെയും അതുപോലെ തന്നെ മേൻ്റെയും ഈ പറയുന്ന നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ അപ്രോച്ചിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ഒ ബി അല്ലേ, ഓർഗനൈസ് സൈക്കോളജിയിൽ ഒ ബിക്കകത്ത് നമുക്ക് മോട്ടിവേഷൻ ചോദിക്കുന്നുണ്ട്. മോട്ടിവേഷൻ, കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ, കേസ് ഓഫ് മോട്ടിവേഷൻ, ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ മോട്ടീവ്സ് ആൻഡ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഇവിടെ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയും അതുപോലെ തന്നെ 2 ഫാക്ടർ തിയറി, നമ്മുടെ എസ്ബർഗ് 2 ഫാക്ടർ തിയറിയും, ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സിനെ കുറിച്ചും ഫാറ്റിക്കിനെ കുറിച്ചും, നമ്മുടെ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞ സാധനങ്ങളെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ബയോളജി, അതായത് നമ്മൾ ഓർഗനൈസേഷൻ സെറ്റിങ്സിനകത്തുള്ള സ്ട്രെസ്സും കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അതിന് തിയററ്റിക്കൽ സാധനങ്ങളെ കുറിച്ചും. ദെൻ ഡിറ്റർമിൻസ് ഓഫ് ഫാറ്റിക് എന്താണ് ഫിസിയോളജി. ഇത് ഈ ക്വസ്റ്റിനെ പറ്റി എന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയനെ പറ്റി എന്ന് വെച്ചാൽ, ഈ ഏരിയ എന്നൊക്കെ ആയിരിക്കും എന്ത് വരിക, ഈ ഏരിയ സ്ഥിരമായിട്ട് എന്ത് വരാറുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ സ്ട്രെസ്, ഈ സ്ട്രെസ് ടൈപ്പ് ഓഫ് ഈ മാനേജ്മെൻറ്റിനെ കുറിച്ചും ഡിസ്ക്രിപ്റ്റീവിനകത്ത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പക്ഷേ അത് ഡിസ്ക്രിപ്റ്റീവിലാണ് സ്ഥിരമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. ദെൻ കൗൺസിലിംഗ് സൈക്കോളജി, നമുക്കറിയാം കൗൺസിലിംഗ് സൈക്കോളജി വന്ന് കൗൺസിലിംഗിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽസിനെ കുറിച്ചും ചോദിക്കാറില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ ബ്രാഞ്ചസിനകത്ത് പഠിക്കുന്ന സാധനങ്ങളെ കുറിച്ചും, കൺസെപ്റ്റ് ഓഫ് ഗൈഡൻസ്, ഡിറക്റ്റ് ആൻഡ് ന്യൂ ഡിറക്റ്റ് ഒരു എന്ത് ക്വസ്റ്റ്യനാണ്, നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്ലിറ്റിക് ടൈപ്പ് എന്താണ്, ദെൻ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്താണ്, മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗിൻ്റെ എത്തിക്സ് ഇൻ കൗൺസിലിംഗും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ അടുത്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി, എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് എന്താണെന്നുള്ളത്. ദെൻ ഈ ഏരിയയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല, പക്ഷേ ഇതിന് നമ്മൾ ഈ പറയുന്ന ക്ലാസ് റൂം സെറ്റിങ്സിനകത്തുള്ള മൊത്തത്തിലുള്ള സൈക്കോളജിനെ കുറിച്ചും ലേണിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് നമുക്ക് ജസ്റ്റ് നോക്കാം. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആക്കേണ്ടത്, മീൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജി കുറിച്ച് പറയുന്നത്. ദെൻ തിയറീസ് ഓഫ് ലേണിംഗ്, നമ്മളവിടെ പഠിക്കുന്ന ഡെവലപ്മെൻറ്റിൽ പഠിക്കുന്ന തിയറീസ് ഓഫ് ലേണിംഗ് അല്ലേ, പിയാഷയുടെ തിയറി, ഡെവലപ്മെൻറ്റ് നീഡ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഗിഫ്റ്റഡ് ആൻഡ് ചൈൽഡ്, നമുക്ക് പറയാം ഈ പറയുന്ന മെൻ്റൽ റിട്ടാർഡേഷനുമായി ബന്ധപ്പെട്ട അല്ലെ MRമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ ലേണിംഗ് ഡിസബിലിറ്റീസ്, ഡിഫറെൻ്റ് ആയ ലേണിംഗ് ഡിസബിലിറ്റീസ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആൻഡ് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഒന്നും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, പ്രോബ്ലംസ് ആൻഡ് റെമഡീസ് ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യ എന്ന ക്വസ്റ്റ്യൻ എവിടെയും കണ്ടിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ വളരെ റെയറായിട്ട് ചോദിച്ചാലായി എന്നുള്ള ഉറപ്പ് പറയാൻ ഒക്കില്ല. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ, നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത പക്ഷേ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന നമ്മൾ സോഷ്യലിലോ OBയിലൊക്കെ പഠിക്കുന്ന പല കമ്മ്യൂണിക്കേഷൻ മോഡൽസിന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഡിസ്ക്രിപ്റ്റീവ് എഴുതാനൊക്കെ പറയും. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈക്കോളജിക്കൽ ബാരിയർ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തിൽ ചോദിക്കാറുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കാറുണ്ട്. ഇതും ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ പുതിയൊരു ഏരിയ ആയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 80 ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് സൈക്കോളജിയിൽ അലിഗഡിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ MCQs പലപ്പോഴും കുറച്ച് ഈസി ആവാറുണ്ട്, മറ്റതും ഈസി ആവാറുണ്ട്. പക്ഷേ എന്താണ് കുറച്ച് ടൈം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻ നമുക്ക് എത്ര കിട്ടും, 30 മാർക്കാണ് കിട്ടുക. ഓക്കെ, ഈ പറയുന്ന 70 ക്വസ്റ്റ്യൻ നോക്ക്, ടോട്ടൽ 70 ക്വസ്റ്റ്യന് നമുക്ക് കിട്ടാൻ പോകുന്ന 70 മാർക്കാണ്. ഓക്കെ, ഇപ്പോൾ ഈ വെറും 10 ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട് 30 മാർക്കുണ്ട്. ഈ 10 ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യും. നമ്മൾ ഈ സ്കോറിനെ നമ്മൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു സ്കോർ ഇതിനൊരു 4, 5, 6 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന റാങ്കിങ്ങിന് വലിയ മാറ്റം വരും. അതാണ് അലിഗഡിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന് കൂടിയും പ്രാക്ടീസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അലിഗഡ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം വെച്ചതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം അല്ലെങ്കിൽ ഉദ്ദേശം അത് തന്നെയാണ്. കാരണം MCQ അറിയാം, നോളജ് അറിയാം, പക്ഷേ എന്താണ് ഒരു സെമസ്റ്റർ എക്സാം തലത്തിൽ എല്ലാവരും സെമസ്റ്റർ എക്സാം എഴുതി വരുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. എനിവേ അവർ സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ആ പാറ്റേൺ കൃത്യമായി ഫോളോ ചെയ്യുക. ദെൻ 3, 4, 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്നുള്ള, കാരണം 2020-21 എന്തുകൊണ്ടും കുറച്ച് ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പം ഫുള്ള് ഫോളോ ചെയ്യുന്ന ആ പുതിയ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ദെൻ അലിഗഡിൻ്റെ
കൃത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടിയെന്നായിരിക്കുന്നു, സിലബസും ധാരണ കിട്ടിയെന്നായിരിക്കുന്നു. സിലബസ് ഭയങ്കര വാസ്റ്റാണ്, പലപ്പോഴും വെയ്ഗാണ്, പക്ഷേ സിലബസ് ഈസിയാണ്. എന്നതിന് കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അലിഗഡ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് വീണ്ടും കാണുന്നവരെ അലിഗഡിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അലിഗഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണുന്നവരെ ബൈ.